കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ മരുന്ന് വിതരണക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. 11 മണിക്കാണ് ചർച്ച. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, നമ്മൾ നൽകിയ വാർത്തയായിരുന്നുവല്ലോ, ഇത് ദിവസങ്ങളായി ഇത്തരത്തിൽ ദുരിതത്തിലായിരുന്നു രോഗികൾ. ഇപ്പോൾ ഇടപെടലുണ്ടാകുന്നു. ഒരു പ്രശ്നപരിഹാരം പ്രതീക്ഷിക്കാമോ? ഉന്മേഷ്, പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മരുന്ന് വിതരണം നിലച്ചിട്ട്, പക്ഷേ ഈ നിമിഷം വരെ കലക്ടറെ മരുന്ന് വിതരണക്കാർ അങ്ങോട്ട് ചെന്ന് കണ്ടതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പരിഹാര ശ്രമങ്ങളും ഉണ്ടായിരുന്നില്ല. ഏതായാലും നിലവിൽ ഈ മരുന്ന് വിതരണക്കാരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്കാണ് ഈ ചർച്ച നടക്കുക എന്നുള്ളതാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. ഇതിലെ പ്രധാന പ്രശ്നം ഈ കുടിശ്ശികയാണ്. കുടിശ്ശിക 75 കോടിയോളം രൂപ ഈ മരുന്ന് വിതരണക്കാർ കൊടുത്തു തീർക്കാനുണ്ട്. ഈ കുടിശ്ശിക ലഭിച്ചാലല്ലാതെ തങ്ങൾ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നുള്ളതാണ് ഈ മരുന്ന് വിതരണക്കാരുടെ നിലപാട്. നേരത്തെ തന്നെ ഇക്കാര്യം അവർ വ്യക്തമാക്കിയതാണ്. ഈ മരുന്ന് വിതരണം നിർത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇക്കാര്യങ്ങൾ ഇവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ഉൾപ്പെടെ ഇവർ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പരിഹാര ശ്രമങ്ങളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആരോഗ്യ വകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത് രോഗികളാണ്. കാരണം ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് ചെയ്യേണ്ടവർ, അങ്ങനെ നിരവധി പേർ ദുരിതത്തിലാകുന്ന ഒരു കാഴ്ച നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ കാണാനായി സാധിക്കുന്നുണ്ട്. പലപ്പോഴും മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ക്യാൻസർ രോഗികളുടെ മരുന്നുകൾക്ക് ഈ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എത്ര രൂപയാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്നവർ, അവർ ഈ മരുന്നും അനുബന്ധ ഉപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങി നൽകിയാൽ ഡയാലിസിസ് ചെയ്യാം എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ അധികൃതരുടെ മറുപടി. ഇക്കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് രോഗികൾ കടന്നു പോകുന്നത്. ഏതായാലും ഒരു പരിഹാരത്തിനുള്ള ശ്രമം ഒരു ഭാഗത്തു നിന്ന് ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാര്യമാണ്. കാരണം ശരി അഭിജിത്ത്, ഏതായാലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നു പ്രശ്നപരിഹാരത്തിനായി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.